വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. Gospel according to Saint John, chapter 20, verses 24 to 29. നാം വായിച്ച കേട്ടതായതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കുന്നവനും നിന്റെ ജനത്തെ ദൗത്യത്തിനായി നിയോഗിക്കുന്നവനും അവിടുന്നാകിയ സ്തോത്രം. കർത്താവും ദൈവവുമായി നിന്നെ സാക്ഷിക്കുന്നതിന്, ജീവിതം കൊണ്ട് നിന്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണം. ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമസ് അപ്പോസ്തലന്റെ വിശ്വാസം ഞങ്ങൾക്ക് മാതൃകയാക്കണം. തിരുവചന ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ. ഇന്ന് സഭ പൊതു ഞായറായി കൊണ്ടാടുന്ന ദിവസം, ഉയർപ്പിന് ശേഷം ആദ്യത്തെ ഞായറാഴ്ച, യേശു ക്രിസ്തുവിന് ശിഷ്യന്മാർക്ക് വേണ്ടി നടത്തിയ രണ്ടാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് ചിന്തിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത, പ്രത്യേകിച്ച് ശിഷ്യന്മാർക്കായുള്ള രണ്ടാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാണ്. ഇവിടെ നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമസ് അപ്പോസ്തലന്റെ വിശ്വാസ പ്രഖ്യാപനത്തെ കുറിച്ച് ചുരുങ്ങിയ സമയം ധ്യാനിക്കുമ്പോൾ, ആ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായ എല്ലാ വിശ്വാസ വീരന്മാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കൊല്ലവർഷം 1104 കേരളം മുഴുവൻ കോളറ പടർന്നു പിടിച്ച ഒരു കാലഘട്ടം. ഭയാനകമായ സാഹചര്യം തെക്കൻ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് അതിരൂക്ഷമായി തീർന്ന ഒരു സാഹചര്യം. ഇവിടെ നിന്ന് ഭക്തനായ ഒരു മനുഷ്യൻ ഒരു സംഘത്തെയും കൂട്ടിക്കൊണ്ട് തെക്കൻ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. എല്ലാ വീടുകളിലും ഓരോ മരണമെങ്കിലും കോളറ ബാധിച്ച് നടന്നു. മറ്റുള്ള ആളുകൾ രോഗികളായി തീർന്നു. ശവശരീരം ചിതറിക്കിടക്കുകയാണ്. മൃതശരീരം എന്നറിയാതെ അമ്മമാരുടെ മുലപ്പാൽ കുടിക്കുന്ന പിഞ്ച് കുഞ്ഞുങ്ങളുടെ കാഴ്ച കരളലിയിക്കുന്നതായിരുന്നു. ഇവിടെ നിന്ന് പോയ ദൈവഭക്തനായ മനുഷ്യനും സംഘവും ശവശരീരങ്ങൾ മറവിൽ. കൊറോണ മരുന്നില്ല. ആരോഗ്യ പ്രവർത്തകരൊക്കെ ഓടി ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടി മാറിയ ഒരു സാഹചര്യം. ജീവനെ അവഗണിച്ചുകൊണ്ട് ശവശരീരങ്ങൾ മറവ് ചെയ്തു. അവിടെ ഉള്ള രോഗികളെ മുഴുവൻ ശുശ്രൂഷിച്ചു, ചികിത്സിച്ചു. തമിഴ്നാട്ടിലെ മാർത്താണ്ഡം എന്ന സ്ഥലത്ത് ഒരു കുട്ടികൾക്ക് വേണ്ടി, അനാഥ കുട്ടികൾക്ക് വേണ്ടി ഒരു ആശ്രമം, ബേത്ലഹേം ആശ്രമം സ്ഥാപിച്ചിട്ടാണ് അദ്ദേഹവും സംഘവും മടങ്ങി വന്നത്. ഞാനത് പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല. ഈ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിച്ച, തന്റെ അനുഗ്രഹീതമായ ജീവിതം കൊണ്ട് സുവിശേഷമായി മാറിയ, സുവിശേഷത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന സാധു കൊച്ചഞ്ചി ബിൽസി സംഘത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചാണ്. കൂടെ പോയ സംഘാംഗങ്ങളിൽ ഒരാൾ കോട്ടയം സെമിനാരി ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു CM ജോൺസൺ. അദ്ദേഹമാണ് പിൽക്കാലത്ത് മലങ്കര സഭയ്ക്ക് അനുഗ്രഹീതമായ പ്രവാചക തുല്യമായ നേതൃത്വം നൽകിയ ഡോക്ടർ യോഹാനാൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി. എന്താണ് വിശ്വാസം? എന്താണ് സുവിശേഷം? സുവിശേഷം ജീവിതമാക്കി തീർക്കുവാനുള്ളതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയോഗം. സ്വാതന്ത്ര്യദേശി താൻ സുവിശേഷം പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല, സുവിശേഷമായി ജീവിക്കുവാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ്. ഇന്ന് നാം ഒരുമിച്ച് കൂടുമ്പോൾ ആ ധന്യ സ്മരണകൾക്ക് മുൻപിൽ ഞാൻ ശിരസ്സു നമിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തോമസ് അപ്പോസ്തലന്റെ വിശ്വാസ പ്രഖ്യാപനം, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവരെ എന്ന വിഷയത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, സുവിശേഷമായി തീരുവാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർക്കുകയും കൂടെ ചെയ്യും. ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ആഘാതങ്ങൾ മനുഷ്യനെ തകർത്തുകളയും. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നത് നമുക്ക് അറിയാം. പ്രശ്ന സങ്കീർണമാണ് ജീവിതം. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളെ കുടുംബമായ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. എന്റെ സഹോദരൻ ഫസ്കസിൻ, അദ്ദേഹത്തിന്റെ മകൻ ഈ സഭയിലും സമൂഹത്തിലുമൊക്കെ വളരെ ആക്റ്റീവായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, 24 വയസ്സ്. അത് കഴിഞ്ഞ ഞായറാഴ്ച ഇടവകയിൽ ശുശ്രൂഷയ്ക്ക് പങ്കെടുത്തു. അവിടെ കുറച്ചു നേരം ചെലവഴിച്ച് വികാരി അച്ഛനെ നിർബന്ധിച്ച് അച്ഛനെ കൊച്ചനെ വീട്ടിൽ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോൾ പഠന സംബന്ധമായി പാലക്കാട് അട്ടപ്പാടിയിലേക്ക് പോയത്. അവിടെ താമസിക്കേണ്ട ഇടത്ത് ഒരു ഓട്ടോയിൽ ഇറങ്ങി നടന്നു പോകുമ്പോൾ ഒരു സൈലോ കാർ വന്ന് ഇടിച്ച് അവിടെ വെച്ച് മരിക്കുകയാണ്. ഇന്നലെ ശവസംസ്കാരമായിരുന്നു.
ആ ഭവനത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾക്ക് കനത്ത ഷോക്ക്, കനത്ത ആഘാതം സമ്മാനിച്ചു. ജീവിതത്തിന്റെ പെട്ടെന്നുണ്ടാകുന്ന അവിചാരിതമായ സംഭവങ്ങൾ മനുഷ്യനെ തകർത്ത് കളയും, നിലനിൽക്കുവാൻ, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചിലർ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും, ചിലർ കൂട്ടം വിട്ട് നടക്കും, ഒറ്റപ്പെട്ട് നടക്കും. മനുഷ്യനെ അഭിമുഖീകരിക്കാൻ ഭയമുള്ള ആളുകളുണ്ട്. താങ്ങുവാൻ കഴിയാത്ത ആഘാതങ്ങൾ മുന്നിൽ പകച്ചു പോകുന്ന മനുഷ്യരുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ വിഷമിച്ചു നിൽക്കുന്നതായ ആളുകൾ ഉണ്ട്. ഇങ്ങനെ ഉള്ള ചില ആളുകൾ കൂട്ടത്തിൽ താമസിക്കുന്നവർ, ചിലർ കൂട്ടം തന്നെ ഒഴിവാക്കും. ക്രൂശീകരണത്തിനോടനുബന്ധിച്ച് അങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്നു. സ്ത്രീകൾ കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്നു. ശിഷ്യന്മാർ ചിലർ വീട്ടിലേക്ക് ഓടുന്നു, ചിലർ വീട് വിട്ടോടുന്നു. ആകെ തകർന്നു പോയ സാഹചര്യം. ഗുരു കൊല്ലപ്പെട്ടു, അവന്റെ ആടുകൾ, ഇടയൻ അടിയേറ്റു. പ്രവാചകൻ പറയുന്നു, ഇടയൻ അടിയേറ്റു, അവന്റെ ആടുകൾ ചിതറിപ്പോയി എന്ന പ്രവചനം നിവൃത്തിയാക്കിയാണ് ശിഷ്യന്മാർ ചിതറി ഓടുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ ഉയർപ്പിന്റെ സന്ധിയിൽ യേശു പ്രത്യക്ഷനായി. ഇവർ ജീവിതത്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 3.5 വർഷം അവർ കണക്കെടുത്തപ്പോൾ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, ലാഭമൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയപ്പോൾ ലയബിലിറ്റീസ് ആണ് മുൻപിൽ നിൽക്കുന്നത് എന്നതിൽ പകച്ചുപോയ ശിഷ്യന്മാർ ഇനി എന്ത്, ഇനി എങ്ങനെ, ഈ ചോദ്യം അവരെ തകർത്ത സാഹചര്യത്തിലാണ് യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ള വാർത്ത കേൾക്കുന്നത്. ആദ്യം കല്ലറകൾ പോയ മക്കളക്കാരി മറിയയും മറ്റ് സ്ത്രീകളും വന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിങ്ങൾക്ക് മുന്നിൽ ഗലീലയ്ക്ക് പോകുമെന്ന് നിങ്ങളോട് പറയുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അവർക്കത് വിശ്വാസമായില്ല. ആ സന്ധ്യയിൽ യേശു ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നിടത്ത് പ്രത്യക്ഷനായി അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. അവന്റെ തുളയ്ക്കപ്പെട്ട വിലാപ്പുകൾ കണ്ടിട്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടിട്ടും അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. എന്നാൽ യേശു അങ്ങനെ പ്രത്യക്ഷനായപ്പോൾ തോമസ് അപ്പോസ്തലൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ആകെ തകർന്നും പകച്ചും കൂട്ടം വിട്ട് നടക്കുകയാണ്. മറ്റ് ശിഷ്യന്മാർ അവനെ കണ്ടപ്പോൾ അവൻ മടങ്ങി വന്നപ്പോൾ പറഞ്ഞു, നമ്മുടെ ഗുരു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. നീ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ കാണാമായിരുന്നല്ലോ, അത് നല്ലതായിരുന്നല്ലോ. നീ എന്തുകൊണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അവൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കുകയില്ല. നമ്മളെപ്പോഴും തോമസ് അപ്പോസ്തലനെ ഡൗട്ടിംഗ് തോമസ്, സംശയാലുവായ തോമസ് എന്ന പേരിലാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. തോമസ് അങ്ങനെ ഒരു സംശയാലുവോ ഭീരുവുമായിട്ടല്ല. മറ്റുള്ളവർ പറഞ്ഞു കേട്ട് വിശ്വാസത്തിൽ എത്തിപ്പെടേണ്ടതല്ല ക്രിസ്ത്യ ജീവിതം, അനുഭവിച്ചറിയേണ്ടതാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അനുഭവിച്ചറിഞ്ഞും നേരിൽ കണ്ടും ഏറ്റെടുക്കേണ്ട ജീവിത ശൈലിയാണ് ക്രിസ്തീയ ജീവിതം എന്നത് തോമസ് അപ്പോസ്തലൻ മനസ്സിലാക്കുകയാണ്. നാം പിന്നീട് വായിക്കുന്നുണ്ട്, ചിലർ പഴയ തൊഴിലിലേക്ക് മടങ്ങുന്നു, മീൻ പിടിക്കാൻ പോകുന്നു, മറ്റ് ചിലർ പല വഴിക്ക് ഒക്കെ പോകുന്നു. അങ്ങനെ ചിതറിക്കപ്പെട്ടതായ ആളുകൾ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കാതെ ഇരിക്കുമ്പോൾ, യേശു പ്രത്യക്ഷനായിട്ട് കൂടെ അവർക്കത് സ്വീകരിക്കുവാൻ പ്രയാസമായിരിക്കുമ്പോൾ, 8-ാം നാളിൽ, ഉയർപ്പിന്റെ 8-ാം നാളിൽ സന്ധ്യയ്ക്ക് അവരൊരുമിച്ച് യെരുശലേമിൽ യോഹന്നാൻ മാർക്കോസിന്റെ മാളികമുറിയിൽ വീണ്ടും കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. യേശു അവിടെ പ്രത്യക്ഷനായി അവർക്ക് സമാധാനം ആശംസിക്കുന്നു. എന്നിട്ട് തോമസിനോട് പറഞ്ഞു, നിന്റെ കൈ നീട്ടി എന്റെ മുറിവുകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും. എന്താണ് തോമസിനോട് പറയുന്നത്? കൂട്ടം തെറ്റി അലഞ്ഞതായ തോമസിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ മടങ്ങി വരുന്ന യേശു കർത്താവ് വഴിതെറ്റി അലഞ്ഞവന് വഴി കാണിച്ചു കൊടുക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. കൂട്ടം തെറ്റി അലഞ്ഞവനെ ഉപേക്ഷിക്കാതെ കൂട്ടത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൗത്യത്തിനായി അവനെ ഒരുക്കുകയാണ്. മുറിവിൽ കൈയിട്ടാൽ ആ മുറിവ് വീണ്ടും രൂക്ഷമാകും, ചോര വാർന്ന് ഒഴുകും. യേശു തോമസ് അപ്പോസ്തലനോട് പറയുകയാണ്, തോമസേ, നീ വിശ്വസിക്കേണ്ടതിനായി, നിന്നെ എന്റെ ശിഷ്യനാക്കി പൂർണ്ണതയിൽ തീർക്കേണ്ടതിനായി ചോര ഒഴുക്കുവാൻ, വീണ്ടും ചോര ഒഴുക്കുവാൻ ഞാൻ തയ്യാറാണ്. നിനക്കായി ചോര നൽകുവാൻ ഞാൻ വീണ്ടും തയ്യാറാണ്. ഞാൻ അതിന് തയ്യാറായിരിക്കുമ്പോൾ ഇനിയെങ്കിലും നീ കാണുക, വിശ്വസിക്കുക എന്ന് പറയുക. നമ്മുടെ
തകർച്ചകളുടെ മധ്യത്തിൽ, പരാജയങ്ങളുടെ മധ്യത്തിൽ നിന്നെ എനിക്ക് ഇനിയും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മടങ്ങി വരുന്ന, നമ്മുടെ അടുക്കലേക്ക് വരുന്ന, നമ്മുടെ സങ്കടങ്ങളെ മാറ്റിക്കളയുന്ന, നമ്മുടെ ഭീതിയെ അകറ്റുന്ന, നമ്മുടെ വേദനകൾക്ക് ആശ്വാസം പകരുന്ന, നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു എന്നത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ.